എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണ രാസ ലീലാങ്ക. ഇന്ന് കൃഷ്ണൻ്റെ കൃഷ്ണ ജയന്തിയാണെന്ന്. കൃഷ്ണനും രാമനും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവരുടെ വർഷിപ്പ് ആരാധന നമ്മൾ തുടർന്നുകൊണ്ട് വരുന്നുണ്ട്. ഇവരെ എല്ലാം തന്നെ നമ്മൾ ആരാധിക്കുന്നതും ഈ സൃഷ്ടി ആ പരമാത്മാവിൻ്റെ ഒരു ലീലയാണ്. ഈ ലീലയിൽ സർവ്വതിലും അവരുടെ ജീവിതത്തിൽ പല ആൾക്കാരും ജീവിതത്തിൽ പേടിച്ചോടുന്ന പല രീതികൾ വന്നപ്പോഴും അവരവിടെ എല്ലാം തന്നെ ഇതിനെ ഒന്നും ബാധിക്കാതെ അവരൊരു ആനന്ദത്തിലായി തീർന്നു. ആനന്ദത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരുന്നു. ജീവിതം അങ്ങനാണ്. ഇത് കർമ്മത്തിൻ്റെ ഒരു കൂടിച്ചേരലിൽ നടന്നു പോകുന്നൊരു രീതിയാണ്. എന്നാൽ ഇതിനെ മറികടക്കാനായിട്ട് ഈ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ശരീരത്തിൻ്റെ മനസ്സുമാന്നുള്ള ആ ഒരു ബുദ്ധി, ശരീരവും മനസ്സും മാത്രമുണ്ടെന്നറിഞ്ഞുകൊണ്ട് അതിൻ്റെ തിരിച്ചറിവിൽ മാത്രം നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. എന്നാൽ ഞാനൊരു പ്യുവർ കോൺഷ്യസ് ആണെന്നുള്ള സ്റ്റേറ്റ്, ശരീരവും മനസ്സും ഈ ബുദ്ധിക്കും അപ്പുറത്തേക്കുള്ള ഒരു പ്യുവർ കോൺഷ്യസ് ആണെന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ആ സ്റ്റേറ്റ് എത്തുമ്പം പരിധിയില്ല. ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും പരിമിതികളായ ഒന്നിലും നമ്മൾ വീണു പോകില്ല. ജീവൻ വേറൊന്നിൻ്റെ തിരിച്ചറിവിലാണ് നിൽക്കുന്നത്. കർമ്മത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും? യോഗസ്ഥ കുരു കർമാണി, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം യോഗ, പിന്നെ കർമ്മം. നമ്മൾ ഈ അവബോധത്തിൻ്റെ ഒരു തിരിച്ചറിവിനെ നമ്മൾ അറിഞ്ഞിട്ട് നമ്മുടെ ബുദ്ധി കാര്യം ചെയ്യാനായിട്ടുള്ളൊരു കർമ്മം നമ്മൾ എന്ത് ചെയ്താലും അവിടെ നമ്മൾ ഹയർ കോൺഷ്യസ് ആയിരിക്കും. ജീവൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള ട്രൂ സെൽഫിനെ നമ്മൾ മനസ്സിലാക്കും. ഈ യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ എപ്പോഴും തന്നെ കൃഷ്ണൻ, അദ്ദേഹം യോഗികളുടെ ഇടയിൽ ഒരു ഉയർന്ന യോഗിയാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന ഒരു യോഗിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ദിനം, ഇന്നത്തെ ദിനം എപ്പോഴും തന്നെ നമ്മൾ ഓർക്കേണ്ടതും സ്മരിക്കേണ്ടതും എല്ലാം തന്നെയാണ്. എന്ന് വെച്ചാൽ കൃഷ്ണൻ എല്ലാവരിലും നിൽപ്പമുണ്ട്. കൃഷ്ണൻ്റെ ലീല എല്ലാവരിലുമുണ്ട്. ഈ ഒരു ജീവനെ സംബന്ധിച്ച് നോക്കുമ്പം ഈ സൃഷ്ടിയിൽ ഈ ജീവന് മാത്രമാണ് പരിണാമത്തിനുള്ള അവസരമുള്ളത്. ഈ പരിണാമത്തിൻ്റെ ആ ഒരു ശക്തിയുടെ അംശം നമ്മളിലുമുണ്ട്. അതിനെ നമ്മൾ എത്രത്തോളം നമ്മൾ കണ്ടെത്തുന്നു? ഒരു തത്വചിന്തയിലോട്ടൊന്നല്ല. അതൊരിക്കലും അതിൻ്റെ രീതി, അതിൻ്റെ ക്രമീകരണം എപ്പോഴും തന്നെ നമുക്കറിയാം. കൃഷ്ണനെ ആവട്ടെ, രാമനെ ആവട്ടെ, ശിവനെ ആവട്ടെ, ഇവരെല്ലാം തന്നെ ഈ ഭാരതത്തിലൂടെ കടന്നുപോയവർ തന്നെയാണ്. കൃഷ്ണൻ പറയാറുള്ളത് പോലെ തന്നെ എപ്പോഴും തന്നെ നമുക്ക് വ്യക്തത, ക്ലാരിറ്റി, നമുക്കറിയാം. അതിൽ പറയുന്നത് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യം മുഴുവനും ബ്രഹ്മവിദ്യയാണ്. 18 മാർഗങ്ങളും ബ്രഹ്മവിദ്യയുമാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. ജീവാത്മാവും പരമാത്മാവും, അർജുനനും കൃഷ്ണനും ജീവാത്മാവും പരമാത്മാവുമായിട്ട് അതിലുണ്ടാവുന്ന ആ രീതി, ബ്രഹ്മവിദ്യ, ബ്രഹ്മം ഒരു വിദ്യയാണ്. ആ വിദ്യയ്ക്ക് മാർഗമാണ് യോഗശാസ്ത്രം. നമുക്ക് ധ്യാനമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്താണ് മുക്തി എന്നുള്ളത്. ബ്രഹ്മം ആനന്ദമാണ്, ആ സ്റ്റേറ്റാണ്, ആ ബ്ലിസ്സായിട്ടുള്ള സ്റ്റേറ്റാണ് ബ്രഹ്മം. ആ ഒരു തിരിച്ചറിവിനെ
സച്ചിത് ആനന്ദാണ്. മുക്തി എന്ന് അടിസ്ഥാനപ്പെടുത്തുന്നത് ആനന്ദവുമായി ചേരുന്ന ഒരു പ്രക്രിയയാണ്. ആ ബ്രഹ്മവിദ്യ നമ്മളിലേക്ക് എത്തുന്നത് നമ്മുടെ സാധനയിലൂടെ കടന്നു പോകുമ്പോഴാണ്. നിങ്ങൾക്ക് മുക്തിയെക്കുറിച്ച് ഒരു തിരിച്ചറിവില്ലെങ്കിൽ അത് മനസ്സിൻ്റെ ഭാവനയിലൂടെയല്ല അതിനെ കണ്ടെത്തേണ്ടത്. അതിന് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ സാധനയെ അർത്ഥമാക്കുന്നത് മോർ ദാൻ ക്ലാരിറ്റി. എന്താണ് ബ്രഹ്മം എന്നുള്ളതിൻ്റെ ആ ഒരു വ്യക്തതയെ നമ്മൾ ക്ലാരിറ്റി വരുത്തുകയാണ്. നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് അതിൻ്റെ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഡിസിഷൻ എടുക്കുന്നതിനൊരു മാറ്റമില്ല. അത് തീരുമാനം തന്നെ സംഭവിക്കും. സാധനയുണ്ടെങ്കിൽ അത് തന്നെ സംഭവിക്കും. ഈ കൃഷ്ണ ജയന്തിയുടെ അന്ന് കൃഷ്ണൻ്റെ ലീല പോലെ ആ പരബ്രഹ്മവുമായി ചേർന്നിരുന്നുകൊണ്ട് ഓരോ നിമിഷത്തിലും ഓരോ കോശത്തിലും ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിൽ പോലും ആനന്ദത്തിൻ്റെ രുചി അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ഈ ലോകം എത്ര വലിയ നെഗറ്റിവിറ്റിയിലൂടെ കടന്നു പോയാലും നിങ്ങളുടെ ഉള്ളിലെ സംതൃപ്തമായ അവസ്ഥയിൽ സംതൃപ്തിയുള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നമ്മൾ അകപ്പെട്ട് നിന്നു. എന്തുമാവട്ടെ, ചുറ്റും നടക്കുന്ന ബന്ധങ്ങളിലും പണത്തിലും എല്ലാത്തിലും തന്നെ ചെറിയൊരു പ്രശ്നം വന്നാൽ തകർന്നു പോകും ഈ ജീവൻ. ഇതങ്ങനെ ഒരു ജീവനല്ല ശരിക്കും. ഇത് ഏറ്റവും ഉയർന്ന ഏറ്റവും സാധ്യതയുള്ള ഒന്നാണിത്. അപ്പം ഈ സാധ്യതയിൽ നിന്നുകൊണ്ട് അതുമായി ചേർന്നുകൊണ്ട് ജീവിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും മലയിൽ പോയി തപസ് ചെയ്യുന്നതിനെക്കുറിച്ചല്ല കൃഷ്ണൻ ഗീതയിൽ പോലും പറയുന്നത്. കർമ്മം ചെയ്തുകൊണ്ടും ജീവിക്കാം. കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട രീതിയെ മാർഗത്തെയാണ് അദ്ദേഹം ഉപദേശിച്ച് നൽകുന്നത്. അതിലൂടെ പ്രാപ്തി കൈവരിക്കാൻ എന്ത് ചെയ്യണം? അവബോധവും ബുദ്ധിയും കൂടി ചേർന്നാൽ മാത്രമേ ഈ ശരീരത്തിനും മനസ്സിനും ആ രീതിയിൽ കടന്നു പോകാൻ സാധിക്കൂ എന്നുള്ള ഒരു രീതിയാണ്. അതിനാണ് എപ്പോഴും തന്നെ ഏതൊരു സാധനയിൽ ഇറങ്ങുന്നതിൻ്റെ മുൻപേ നിങ്ങളുടെ മനസ്സ് എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഷട്ട് എന്ന് പറയുക. നിങ്ങളുടെ ശരീരം എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഗെറ്റ് ഔട്ട് എന്ന് പറയുക. ഈ രണ്ടിൻ്റെയും തലങ്ങളല്ല നിങ്ങൾ നിങ്ങളാകുന്ന. ഇതും ഈ ശരീരവും മനസ്സിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് അകന്ന് നിന്നാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ഇത് പ്രവർത്തിപ്പിക്കുന്ന ഒരു യന്ത്രം പോലെയുള്ള ഈ മനസ്സും ശരീരവും ഇത് നിയന്ത്രണം വിട്ട് സഞ്ചരിക്കുമ്പം നമ്മൾ പറയും കർമ്മത്തിൽ അലയുന്ന ആത്മാക്കളെന്ന്. ആ ജീവനെ കർമ്മമോചനമായിക്കൊണ്ട് ശൂന്യതയുടെ അവസ്ഥയിൽ നിർത്തിക്കൊണ്ട് ബ്രഹ്മപദവുമായി ചേരുമ്പോഴാണ് ഈ ജീവൻ്റെ ഈശ്വരീയ സാക്ഷാത്കാരം. ഓരോ ജീവനും എല്ലാ നദികളും ഒഴുകിയെത്തുന്ന ഒരു സമുദ്രത്തിലേക്കാണ്. എല്ലാ ജീവനും പോകുന്നത് ഒരു സമുദ്രത്തിലേക്കാണ്. പല കാലങ്ങളെടുത്തും പല രീതിയിലും എത്തിച്ചേരുന്നത്. അപ്പം ഓരോരുത്തരുടെ എല്ലാവരുടെ ഉള്ളിലും എല്ലാ ജീവൻ്റെ ഉള്ളിലും ഈ തീവ്രത സംഭവിച്ചിരിക്കും. അതിനാണ് ഗീതയും ഉപനിഷത്തും ബ്രഹ്മസൂത്രവും എല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരാളിൽ മാത്രമുണ്ടായ പരിണാമമാണെങ്കിൽ അവർക്ക് മാത്രം മോചനപ്പെട്ടാൽ മതിയായിരുന്നു. ഇത് ഓരോ ജീവാത്മാവിനും എത്തിച്ചേരുന്ന ഒന്നായതുകൊണ്ടാണ് ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നതും പരമ്പരയായി ഗുരുക്കന്മാരിവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആ വിദ്യ അഭ്യസിച്ച് നൽകാനും അതിലൂടെ മോചനപ്പെടുത്തുവാനുമായിട്ടും. അപ്പം എല്ലാവർക്കും ഇത് ചേരും. അതിൻ്റെ തീവ്രതയും വ്യാപ്തിയും ഈ കൃഷ്ണ ജയന്തിയുടെ അന്ന് എല്ലാവരിലും ഉണ്ടാവട്ടെ. എല്ലാവരും ജീവനെ ലീലയായിക്കൊണ്ട് ആനന്ദപൂർവ്വം ജീവിക്കാനായിട്ടുള്ള കൃപ എല്ലാവരിലും ചൊരിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.